മഴയാന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആവാതിരിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഫിഷിങ്ങിന് പോകുന്നു. നമ്മൾ 3 ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് കൊല കൊമ്പനെ പിടിക്കും. വലിയ സാധനം. എല്ലാവരും മഴയത്ത് മൂടി പുതച്ച് കിടന്നുറങ്ങുന്നു. നമ്മൾ കണ്ടേ ഒരു കുപ്പി വെള്ളവും റോഡ് ഡിക്കിയിലുണ്ട്, അത് കാണിക്കാം. ചെറിയ വാതിയായി മാറുന്നുണ്ടല്ലോ. യെസ്, റോഡ് മൊത്തം വാദിയാവുന്നു ഗായ്സ്. തിരിച്ചു വരുമ്പോഴത്തേനും നമ്മൾ പോകുന്ന റോഡ് മിനി വാദി. അഡ്വഞ്ചർ റൈഡിനെ കുറിച്ച് ഗുഡ് എക്സ്പീരിയൻസ്. ശരി തന്നെ. കൊമ്പനെ പിടിക്കുമല്ലയോ? കൊമ്പനെ പിടിച്ച ഒതുക്കും. അതുകൊണ്ട് ചുറ്റും നമുക്ക് വെള്ളക്കെട്ടാണ്, ഇവിടെ കാണാൻ പറ്റുന്നില്ല. അതെ, ഭയങ്കര മഴയായിരുന്നു. ഏതാ ന്യൂനമർദ്ദത്തിന്റെ പേര്? അനുരാഗ്. ഓ, അനുരാഗ് ന്യൂനമർദ്ദം. ഓക്കെ. ആണോ? യെസ്. അതെപ്പോഴും ഉണ്ടല്ലോ. ഇല്ല, എപ്പോഴൊന്നും ഇല്ല. അത് ഞാനെപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ കാണുന്നത് ഓ, അതിനിപ്പോ യുദ്ധം തുടങ്ങിയോണ്ടായിരുന്നു. ഇനി ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് എന്ത് കാര്യം? മഴ പെയ്തപ്പോ നമ്മുടെ റോഡിനൊക്കെ പ്രത്യേക ഒരു ഭംഗിയുണ്ടല്ലേ. നാട് ഫീല് ചിലയിടത്തൊക്കെ തോന്നുന്നു. പച്ചപ്പ് നെല്ല് കാണും. ഇത് കഴിഞ്ഞാൽ ചൂടുണ്ടാവും. അതൊരു കായലല്ല ഗൈസ്, അത് റോഡാണ്. വെള്ളം കയറി കായൽ പോലെ കിടക്കുന്നു. ഫുൾ വാട്ടർ ഗൈസ്, ഫുൾ വാട്ടർ. ഇനി അവന്റെ വീഡിയോ എടുത്തു പറഞ്ഞാൽ അയ്യോ, നമ്മൾ നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഒറ്റ മനുഷ്യ കുഞ്ഞുങ്ങളില്ല, നമ്മൾ മാത്രം. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വരുമ്പം കുത്തിയിരിക്കാൻ സ്ഥലം കിട്ടത്തില്ല, ഇടിച്ചിടിച്ച് നിൽക്കണമായിരുന്നു ഒരു കാസ്റ്റ് ചെയ്യണമെങ്കിൽ. വിഷയമില്ല, ട്രൈ ചെയ്യാം. ഓളം ഇച്ചിരി കൂടുതലുണ്ടോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് മച്ചാനെ വലിയ സാധനം കിടക്കുന്നു. ആരോ പിടിച്ചടിച്ച മീൻ കിടക്കുന്നു ഇവിടെ. വരാലോ, എന്തോ ഇത് കടലിൽ വരാൻ. അതുകൊണ്ടാ വലിയ സാധനം കിടക്കുന്നുണ്ടോ? കണ്ടില്ലേ? അതുകൊണ്ടാ ഞാൻ കണ്ടു. അപ്പോൾ നമ്മുടെ എക്വിപ്മെന്റ്സ് ഇത് ഗാഡ്ജറ്റ്സ് എല്ലാം ഉണ്ട്. മീനുണ്ട്, മീനില്ലാതിരിക്കും. എന്നാ ഒരു ബ്യൂട്ടി ആടാവുക ഇവിടെ. നമ്മുടെ പയ്യൻ ഫസ്റ്റ് കാസ്റ്റ് ചെയ്തു. ആണത്. അപ്പോൾ നമ്മുടെ ഫീഡ് കട്ട് ചെയ്യുക. ചേട്ടൻ ഓൾറെഡി കാസ്റ്റിംഗ് തുടങ്ങി. അണ്ടു കിട്ടി. നമ്മുടെ ഫസ്റ്റ് മീൻ അങ്ങനെ അണ്ടൂര് അടിച്ചിരിക്കുന്നു. അയല തന്നെ. വെള്ളൻ അണ്ടു, വെള്ളൻ. നമ്മുടെ സീവിലെ ഫിഷിങ് ഏറെക്കുറെ കഴിഞ്ഞ് ഇപ്പൊ നമ്മള് ബർക്കയിലോട്ട് പോവാ. ബർക്കയിലൊരു സ്പോട്ടുണ്ട്. പക്ഷേ നമുക്ക് മൊത്തം മഴ പെയ്ത് ഇവിടെ മൊത്തം ഫ്ലഡ് കാണുകയും റോഡ് ഫുള്ള് വെള്ളമാണ്. മരനകത്ത് കാണുന്ന കൂട്ട് നമുക്ക് സി ബിന്ന് ഒരു 15 ഫിഷിനെ കിട്ടി. പിന്നെ അവിടെ ഷോക്ക് ആയപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഒന്ന് മാറ്റി. ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത, കയ്യിൽ മൊത്തം ഫീഡല്ല, ഫീഡ് പിടിച്ചുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റത്തില്ല. മഴ എക്സിറ്റ് എടുക്കണോടാ ഫോട്ടോ. ഈ എക്സിറ്റോ വീഡിയോ 800 മീറ്റർ നീ നേരെ പോടേത്. ഇമാര് പോകുന്നതിന്റെ ബാക്കിലൂടെ പോടാ. അവിടെ റോഡ് ഫ്ലഡ് എഫക്റ്റ് ആയി വാതി ക്രോസ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് തിരിച്ചേ പറ്റും. ഇവിടെ കൊണ്ടിട്ട് പോയാലോ?
വീഡിയോ എടുക്കാനാണ്. ഗൈസ് നിങ്ങളെ എക്സ്ക്ലൂസീവ് ആയിട്ട് ആദ്യം കാണിക്കാൻ വേണ്ടി 4 ചുറ്റും ഇങ്ങനെ ഇരിക്കുക. ഓ ഷിറ്റ്, എന്നോട് അച്ചൻകോവിൽ 6 ഒഴുകുന്നു. നമുക്ക് ഇങ്ങനെ പോവാൻ ഒരു ഫോർച്യൂണർ തന്നിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയാൽ. നമ്മുടെ കുറുളയാണ്, കൊറോളായി പോയി. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞുകൊണ്ട് അയ്യോ ഹബീബി, നമ്മൾ പോയാൽ നമ്മൾ ഒഴുകി പോകും. പിന്നെ നെക്സ്റ്റ് റൂട്ട് നമുക്ക് പിടിക്കാം. പണ്ടേ 2018 പ്രളയത്തിന് ഞങ്ങൾ ഇങ്ങനെ പോയായിരുന്നു. ഓരോ റൂട്ട് കണ്ടുപിടിച്ച് വാദി കാണാൻ. അതല്ലേ ഞാൻ പറഞ്ഞേ, നമുക്ക് എവിടെങ്കിലും പോയി കഴിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് നേരെ പോകും. ഉണ്ണിക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും. ഈ സമയത്തൊന്നും കിട്ടുന്നില്ല. മലബാറിൽ പോയി കഴിഞ്ഞാൽ ബിരിയാണി എടുത്തില്ലേ? അടുത്ത റോഡ് എടുത്ത് പോകാൻ എപ്പോഴും റോഡ് ബ്ലോക്കാ. അവിടെ എന്തോ ഹസാഡ് ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. തുള്ളിമഴ പെയ്യുന്ന ഇവിടെ ഫുള്ള് വെള്ളം കയറി, അതുകൊണ്ട് വെള്ളം കയറി കിടക്കുന്നുണ്ട്. ഒരു ചാറ്റമഴ ഒന്ന് പെയ്തതേ ഉള്ളൂ. ചുറ്റും ബർക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല. അവിടെ ചുറ്റും വെള്ളമായി, അതൊരു ഐലൻഡ് പോലെ ഇപ്പം നിൽക്കുക. ഫുള്ള് വെള്ളം. ഇതൊക്കെ റോഡാണ് കേട്ടോ, റോഡിലെല്ലാം ഫുള്ള് വെള്ളം. എന്തൊരവസ്ഥ ഇത്, ഫുള്ള് വെള്ളം. വഴിയൊക്കെ ബ്ലോക്ക് ചെയ്ത് അവിടെ പോലീസ് റീറൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അപ്പോൾ ഫൈൻ അടിക്കും. അതുകൊണ്ട് നമ്മൾ എടുക്കാൻ. ഈ ഫോട്ടോ എന്ത് കാണി? അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ CB ഉള്ള ഫിഷിങ്ങിന്റെ വ്ളോഗ് ഇവിടെ തീരുക. കാര്യം നമ്മൾ CB കുറച്ചു നേരം ഫിഷ് ചെയ്തു. അത് കഴിഞ്ഞ് സ്പോട്ട് മാറ്റാൻ വേണ്ടി ബർക്കയിലെ പോകാമെന്ന് വിചാരിച്ചപ്പം നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. മഴ കാരണമുള്ള ഫുള്ള് ബ്ലോക്ക്, റോഡെല്ലാം വാതി പോലിരിക്കുക. ഇപ്പൊ നമ്മള് നമ്മുടെ അക്കോമഡേഷനോട് തിരിച്ചു പോവാം. എന്നാലും കണ്ടു എന്താണ് ഇവിടെ ചെറിയൊരു മഴ പെയ്താൽ ഇങ്ങനെ അങ്ങ് വാതി എന്ന് പറഞ്ഞ റോഡാകുന്നത്. ടെക്നിക്കലി ഞാനിത് പറയും. ടെക്നിക്കലി എന്ത് പറയാം? ഡ്രെയിനേജ് സിസ്റ്റം പോരാ. അതെ, സ്റ്റോം വാട്ടർ സിസ്റ്റം, ഒരു സെപ്പറേറ്റ് സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയിരുന്നു. നല്ലൊരു വെള്ളിയാഴ്ചയാണ്. അതെ, സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയില്ലല്ലേ. ഞങ്ങളുടെ ടാർഗറ്റ് ഇന്നൊരു 30-40 മീനായിരുന്നു. പക്ഷെ ഒരു 10-17 മീനോളം കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്ക് വെട്ടാൻ വരെ ആൾക്കാരെ സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. ഞാൻ പറയുന്ന ഇതൊന്നല്ല വിഷയം. മണ്ടുവിന് നമ്മള് ഗവൺമെന്റ് എടുക്കണം. എന്റെ മണ്ടുവിന്റെ ഐഡിയയില് സ്റ്റോം വാട്ടറിന്റെ സിസ്റ്റം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. അതാണ് എന്റെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ സിവിലുകാരാണ് നമ്മൾ ചെയ്യേണ്ടത്. സിവിലും വെക്കൊന്നും മാറൊന്നും വേണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിന്ന് പിടിച്ച മീന് നിങ്ങളെ കാണിക്കും. എന്നിട്ട് നമ്മളപ്പോ ഇന്ന് CB പിടിച്ച 15 ഫിഷ് ഇതാണ് കാണിക്കുന്നത്. അതിലെ 15-16 സംതിങ് ഉണ്ട്. അതിനെ നമ്മള് കൊടുത്തു. ഇനി നമ്മള് കവറിലിട്ട് കറി ആക്കുന്ന ചേട്ടന്റെ കയ്യിലോട്ട് കൊടുക്കാനുള്ള വെള്ളമാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുക. പിന്നെ ഞങ്ങൾ ഫ്രൈയും കൂട്ടി അടിക്കും.